നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരുടെ കരണത്തടിച്ച് ഒമാൻ. പ്രവേശന വിലക്ക് ഒമാൻ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുന്നു. പുതിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരുമെന്ന് സുപ്രീം കമ്മിറ്റി ബുധനാഴ്ച അറിയിച്ചു. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, സുഡാൻ, സൗത്ത് ആഫ്രിക്ക, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും പ്രവേശന വിലക്ക് തുടരും. തായ്ലാന്റ്, മലേഷ്യ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് ജൂൺ 5 മുതൽ പ്രവേശന വിലക്ക് പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ താമസക്കാർക്കും സ്വദേശികൾക്കും കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഒമാനിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇനി മുതൽ ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശിക്കാം. കൂടാതെ പള്ളികളിൽ 100 പേർക്ക് വരെ ഒരേ സമയം പ്രവേശിക്കാൻ അനുവദിക്കും. 5 നേരത്തെ നിസ്കാര സമയങ്ങളിലായിരിക്കും പ്രവേശനം അനുവദിക്കുക. എന്നാൽ ജുമയ്ക്ക് അനുമതി ഉണ്ടാകില്ല. വാണിജ്യ സ്ഥാപനങ്ങളിൽ രാത്രികാലങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന വിലക്കും നീക്കിയിരിക്കുന്നു. കഫേ, ഹോട്ടൽ എന്നിവിടങ്ങളിൽ 50% പേർക്ക് പ്രവേശിക്കാം. കരാതിർത്തി വഴി സ്വദേശികൾക്കും താമസക്കാരായ വിദേശികൾക്കും തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്കായി ദിവസവും യാത്ര ചെയ്യാം. ജിമ്മുകൾ 50% ശേഷിയിൽ തുറക്കാം. വിവിധ തരം എക്സിബിഷനുകൾ, വിവാഹ ഹാളുകൾ എന്നിവ 30% ശേഷിയിൽ പ്രവർത്തിക്കാം. പൊതു ബീച്ചുകളും പാർക്കുകളും പൊതുജനങ്ങൾക്കായി തുറക്കാനും സുപ്രീം കമ്മിറ്റി അനുമതി നൽകി. അതേസമയം മറ്റൊരു ആശ്വാസ വാർത്ത കൂടിയുണ്ട് പ്രവാസികളെ സംബന്ധിച്ച്. എയർ ഇന്ത്യ യാത്രക്കാർക്ക് സന്തോഷ വാർത്ത. സൗജന്യമായി തന്നെ തീയതി മാറ്റാം. ഇന്ത്യ UAE യാത്രാ നിരോധനം മൂലം നാട്ടിൽ കുടുങ്ങിപ്പോയവർക്ക് സൗജന്യമായി തീയതി മാറ്റി നൽകുമെന്ന് എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യക്കാർക്ക് UAEയിൽ പ്രവേശന വിലക്ക് തുടങ്ങിയ ഏപ്രിൽ 25 മുതൽ നിലവിൽ വിലക്ക് പിൻവലിക്കുന്ന തീയതിയായ ജൂൺ 30 വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കാണ് യാത്രാ തീയതി സൗജന്യമായി മാറ്റി നൽകിയത്. ഇങ്ങനെ ചെയ്യുന്നവരുടെ കയ്യിൽ യാത്രാ ടിക്കറ്റ് കൈവശമുണ്ടായിരിക്കണം. ടിക്കറ്റിന്റെ സാധുത അനുസരിച്ച് യാത്രക്കാർക്ക് ഏത് തീയതിയിലേക്ക് വേണമെങ്കിലും മാറ്റാമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.